ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഞാൻ ഈ മാസം കൊടുത്ത വളങ്ങൾ, അതുപോലെ അത് കൊടുത്താൽ മാത്രം പോരല്ലോ, അത് എന്തുമാത്രം ഗുണമായി എന്തുമാത്രം എഫക്റ്റീവാണെന്ന് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയും കൂടി വേണ്ടേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ മാസം കൊടുത്ത വളങ്ങൾ, അതിൽ ഞാൻ നൈട്രജൻ NPK 30-10 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രൂൺ ചെയ്ത ചെടികൾക്കും അതുപോലെ സീഡ്ലിങ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പൂമുട്ട് കൊഴിച്ചിലിനും അതുപോലെ പൂമുട്ട് കൊഴിച്ചിലിന് തന്നെയുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഫിഷ് അമിനോ ആസിഡ് ഒരുപാട് നല്ലതാണ്, വേരുകൾക്കുമെല്ലാം. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫെർട്ടിലൈസർ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ആഴ്ചയിലാണ് ഞാൻ കൊടുത്തത്. അത് ഓർഗാനിക് ആയാലും കെമിക്കലായാലും ഓരോ ആഴ്ച ഇടവിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെടി നനക്കാറുണ്ടായിരുന്നു. ഈ ചൂട് കൂടിയതിൽ പിന്നെ ആഴ്ചയിലൊരു 2 പ്രാവശ്യം നനച്ചും കൊടുക്കും. പിന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് സാഫും കൂടി ചേർത്ത് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൊടുത്താൽ മാത്രം പോരല്ല, അതിൻ്റെ ഒരു റിസൾട്ടും കൂടി നിങ്ങളെ കാണിച്ചു തരണ്ടേ. ഇത് നമ്മൾ ആദ്യം പ്രൂൺ ചെയ്ത് വിട്ടില്ലായിരുന്ന ആ വൈറ്റ് മൾട്ടിപെറ്റൽ അഡീനിയം, അത് ആദ്യം പ്രൂൺ ചെയ്ത് വിട്ടത് ഇപ്പോൾ ദേ ഇതിനൊക്കെ ബഡ്സൊക്കെ വന്നു തുടങ്ങി. അതിൻ്റെ ഒരു അപ്ഡേഷനും കൂടി ആയില്ല ഇത്. ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഈ ചാണക സ്ലറിയാണ്. ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവാമൃതം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇന്ന് ഒഴിച്ചു കൊടുക്കും. ഇതൊരു നൈട്രജൻ വളമാണല്ലോ. അത് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ ഇത് ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. കുറച്ച് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത്, വളരെ കുറച്ച് മാത്രം. ഞാനെപ്പോഴും ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കാറില്ല. ഇതിന് വെള്ളം ഒഴുകി പോകാറില്ല. ആ പോട്ടിൽ തങ്ങി നിൽക്കണ വിധത്തിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നമ്മുടെ ഒരു പോട്ടിംഗ് മിക്സ് ഇതേപോലെ ഒഴിക്കുമ്പോൾ തന്നെ വലിഞ്ഞു പോകണണ്ട. അതേപോലെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നമ്മുടെ അന്നത്തെ ആ പെറ്റൂനിയ സീഡ്സ് ഇട്ട് മുളപ്പിച്ചില്ലേ, അത് ഏതാണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം പൂവിട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇങ്ങനെ പൂവിടാറായി ഒക്കെ നിൽക്കും. അപ്പം അതിൻ്റെയും ഒരു അപ്ഡേഷൻ ഞാൻ കാണിച്ചതാണ്. അന്ന് ഒരുപാട് സീഡ്സ് ഇട്ടെങ്കിലും ഇടയ്ക്കോരോ മഴയൊക്കെ വന്ന കാരണം കുറച്ച് പണി കിട്ടി. ഈ പെറ്റൂനിയാസിന് അധികം മഴയൊന്നും കൊള്ളാൻ പാടില്ല, എന്നാലും കുറച്ചധികം പിടിച്ച് കിട്ടി. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പെറ്റൂനിയാസ് ഉണ്ടായിരുന്നത് വിത്ത് മുളപ്പിച്ചെടുത്തതാണ്. ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ എല്ലാം പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ചധികം ഇതാദ്യം പൂവിട്ട് തുടങ്ങിയതാണ്. ഇതിൽ കുറച്ചധികം പൂക്കളുണ്ട്. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി. ഇപ്പം നാടനും ഹൈബ്രിഡും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലായ. നാടൻ കുറച്ചിങ്ങനെ നീണ്ടു വരും. ഹൈബ്രിഡ് വെറൈറ്റി എനിക്കങ്ങനെയായിട്ടാ തോന്നിയത്, കുറച്ച് ബുഷിയായിട്ട് നിൽക്കും. ഇത് നാടൻ, ഇത് ഹൈബ്രിഡ് വെറൈറ്റി. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ടാണ് നിൽക്കണത്. അധികം ഇങ്ങനെ നീണ്ടു പോകണില്ല. നാടൻ കണ്ട ഇങ്ങനെ നീണ്ട് പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൈബ്രിഡിൻ്റെ സീഡിട്ട് മുളപ്പിച്ച്
ഇങ്ങനെ പൂവിട്ടേക്കണത്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു അഡീനിയാണ്. ഇത് നല്ല വലിയ കോഡക്സൊക്കെ ആയിട്ടൊരെണ്ണം എനിക്ക് കിട്ടി. ഫ്ലവറോട് കൂടി കിട്ടിയതാണ്. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ ശേഷമാണ് പൂ വിരിഞ്ഞു തുടങ്ങിയത്. നല്ല ഒരു ഇല്ലാത്തൊരു ഷെയ്ഡാണ് ഞാൻ പുതിയത് വാങ്ങിയത്. ഇതാണ് കേട്ടോ പെറ്റൂണിയയുടെ സീഡ് എന്ന് പറയണത്. ഇതാ കാണുന്നില്ലേ, ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വലിയ സീഡ്സാണ് കിട്ടിയേക്കുന്നത്. ഇതിങ്ങനെ ഉണങ്ങി പോകുമ്പോഴത്തേക്കും ഇതിവിടെ ഉണ്ടായി വരും. ഇങ്ങനെയാണ് പെറ്റൂണിയയുടെ സീഡ് കിട്ടുന്നത്. ഇത് പെറ്റൂണിയ സീഡ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പെറ്റൂണിയാസ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ സീഡ്സ് ഇട്ട് പാകി മുളപ്പിക്കണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റിയും ഞാൻ നടന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, വിത്ത് പാകണത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള ഈ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിന്, തുടക്കക്കാർക്ക് ഒന്ന് ഒന്ന് വളരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.